കനേഡിയൻ കത്തോലിക്ക കലാകാരനായ തിമോത്തി ഷ്മാൾസ് അമേരിക്കയിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന കുരിശിന്റെ വഴിയിലെ ഓരോ സ്ഥലങ്ങളുടെയും പൂർണ്ണകായ രൂപങ്ങൾ ശ്രദ്ധ നേടുന്നു. ക്രൈസ്തവ സമൂഹവും ക്രിസ്തീയ വിശ്വാസ പ്രതീകങ്ങളും ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് തന്റെ ശില്പത്തിലൂടെ ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുവാനാണ് ഷ്മാൾസ് ലക്ഷ്യമിടുന്നത്. I'm creating this sculpture not for the converted, not for the people that are necessarily familiar with the passion of the Christ, but for those people who perhaps for the first time have been introduced to Christianity. ചുവർ ചിത്രത്തിന്റെയും ശില്പത്തിന്റെയും സംയുക്ത രൂപമാണ് ഷ്മാൾസിന്റെ ഈ കുരിശിന്റെ വഴി. യേശുവിനെ കുരിശുമരണത്തിന് വിധിക്കുന്നത്, യേശു കുരിശു ചുമക്കുന്നത്, യേശു ഒന്നാം പ്രാവശ്യം വീഴുന്നത്, യേശു തന്റെ അമ്മയെ കണ്ടുമുട്ടുന്നത് എന്നീ 4 സ്ഥലങ്ങളുടെ നിർമ്മാണം മാത്രമാണ് നിലവിൽ പൂർത്തിയായിരിക്കുന്നത്. ഫ്ലോറിഡയിലെ ഒർലാൻഡോയിൽ പ്രസിദ്ധ വിനോദ കേന്ദ്രമായ ഡിസ്നി വേൾഡിന് സമീപമുള്ള അവർ ലേഡി ക്വീൻ ഓഫ് ദി യൂണിവേഴ്സ് ബസിലിക്കയിലാണ് യേശുവിനെ മരണശിക്ഷയ്ക്ക് വിധിച്ചതു മുതൽ കർത്താവിനെ അടക്കം ചെയ്യുന്നതുവരെയുള്ള കുരിശിന്റെ വഴിയിലെ ഓരോ ഭാഗങ്ങളും നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. 12 അടി ഉയരവും 11 അടി വീതിയുമാണ് ഓരോ രൂപങ്ങൾക്കും ഉള്ളത്. വർഷം തോറും ഡിസ്നി വേൾഡ് സന്ദർശിക്കാൻ വരുന്ന 5 കോടിയോളം ജനങ്ങൾക്കിടയിലെ സുവിശേഷവൽക്കരണത്തിനും പരിവർത്തനത്തിനുമുള്ള ഒരു ഉപകരണമായി തന്റെ ഈ പുതിയ കലാസൃഷ്ടി മാറുമെന്ന പ്രതീക്ഷയിലാണ് ഷ്മാൾസ്. Working with the Stations of the Cross, now I'm working on the first station, Station 1. This is your introduction to the Stations of the Cross Sculpture Park. I'm very much concerned about having this as the entrance to the whole experience. നിർമ്മാണം പൂർത്തിയാകുന്നതോടെ കുരിശിന്റെ വഴി പ്രതിപാദിക്കുന്ന ഏറ്റവും വലിയ രൂപങ്ങളിൽ ഒന്നായിരിക്കും ഇതെന്ന് കലാകാരൻ പറയുന്നു. ക്രൈസ്തവ വിശ്വാസത്തിന് ഹൃദയമാകുന്ന ഒരു ശില്പനിർമ്മാണ പദ്ധതിയാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞ ഷ്മാൾസ് ഒർലാൻഡോയിൽ കുരിശിന്റെ വഴി കൊണ്ടുവരുന്നത് ജനങ്ങൾക്കിടയിൽ സുവിശേഷം കൊണ്ടുവരുന്നതിന് തുല്യമാണെന്നും കൂട്ടിച്ചേർത്തു. യേശുവിന്റെ സഹനത്തെ എടുത്തുകാട്ടുന്നതിനോടൊപ്പം പുതിയ നിയമത്തിലൂടെ യേശു പറഞ്ഞിട്ടുള്ള ഓരോ ഉപമയെയും പശ്ചാത്തലത്തിൽ കാണിക്കുവാനാണ് ഷ്മാൾസിന്റെ പദ്ധതി. ശില്പനിർമ്മാണം ഷ്മാൾസിനെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു കാര്യമല്ല. പരിചയസമ്പന്നനായ ഈ കലാകാരന്റെ സൃഷ്ടികൾ വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയർ മുതൽ വാഷിംഗ്ടൺ വരെ ലോകം എമ്പാടുമുണ്ട്. ഇദ്ദേഹത്തിന്റെ ഹോംലെസ് ജീസസ്, ഏഞ്ചൽസ് അൺഎവർ എന്നീ സൃഷ്ടികൾ ഏറെ പ്രസിദ്ധമാണ്. ക്രിസ്തുവിന്റെ സഹനം തന്റെ പ്രധാനപ്പെട്ട പ്രമേയമായി മാറിക്കഴിഞ്ഞുവെന്ന് അദ്ദേഹം പറയുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.